है भाई? कहाँ जा रहा है? कृष्ण कुरुप क्या कुरुप? कहाँ जा रहा है? बोलना। ए रोक, ए सुनो। कृष्ण कुरुप बेटा ചേട്ടൻ ഇത്ര അടുത്തുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല. നീ വന്നെന്തിനാ? വീട്ടിൽ അമ്മിണിയെ കാണാൻ ഏതോ ആലോചനക്കാർ വന്നിട്ടുണ്ട്. ഈ ഷർട്ടും കൊണ്ടുപോയിട്ട് വേഗം വരാൻ സരസ്വതി ചേച്ചി പറഞ്ഞു. പീതാംബരൻ ഉണ്ടോടാ കൂടെ? ഉണ്ട്. ആ നീ ഇവിടെ നിൽക്കേ. അടിയോടിയേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ആ പീതാംബരൻ അമ്മണിക്ക് ഒരു ആരാധന ഉണ്ടെന്നിരുന്നു. അവർ വന്നിട്ടുണ്ട്. അവർക്കതിന് കല്യാണത്തിനുള്ള പ്രായമായോ? കുറച്ചുകൂടെ കഴിയട്ടോ. കഴിയും തോറും എനിക്ക് ആദ്യം ഓടുകയുള്ളൂ. ഇക്കാലത്ത് പെൺകുട്ടികൾ പ്രായമായാല് എത്രയും വേഗം നല്ല പയ്യനെ നോക്കി കെട്ടിച്ചു കൊടുക്കണം. ഓ അങ്ങനെയാണല്ലേ? ആ അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം താൻ കല്യാണം കഴിച്ചെന്നല്ലാതെ പൂമര ഇതുവരെ പൂത്തില്ലല്ലോ. ആ ആ മേശയോട് പറയാൻ മറക്കല്ലേ. അതൊക്കെ പറഞ്ഞോളാം. ഇത് എങ്ങോട്ടാ? കുറുപ്പ് പോയിക്കോ, മേസ്തിരിയോട് ഞാൻ പറഞ്ഞോളാം. ഓ ആ അതൊരു കല്യാണക്കാരിയാണേ. കുറുപ്പിന്റെ മോൾക്കൊരു ആലോചന. ആ കല്യാണക്കാരിയാണെങ്കിൽ വളരെ ആലോചിക്കണം. പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. വളരെ കൂലങ്കഷമായി ചിന്തിച്ച് എന്തും തീരുമാനിക്കാവൂ. വരുന്ന ഓരോ ആലോചനകളും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വിശദമായി ചിന്തിച്ചത് കൊണ്ടാണ് 63 ആലോചനകൾ വന്നതിന് ശേഷവും എന്റെ മകൾ 38ാമത്തെ വയസ്സിൽ യാതൊരു അറ്റകുറ്റവും കൂടാതെ സൗഭാഗ്യവതിയായി ഇപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുന്നത്. കുറുപ്പിനോട് ആ വിലാസവും കൂടി തരാൻ പറയും, ഞാൻ അന്വേഷിക്കാം. വന്ന് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു ജാതി സർക്കസ് പോലെ ആയിരിക്ക. ഈയിടെ 2 കെട്ടിയത് ആകാശത്ത് വെച്ചല്ലേ. ഒരു പ്ലെയിനാണ് ഇത്ര സ്ത്രീധനം. ശുദ്ധ വട്ടം എന്നല്ലാണ്ട് എന്താ പറയാ. ഈ സ്ത്രീധനം എന്നുള്ള സമ്പ്രദായം തന്നെ എടുത്തു കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. വന്നു. വന്നിട്ട് അതേസമയം ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ആ പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കുട്ടിയുടെ ഫോട്ടോയും കണ്ടു. അത് മുതല് ഇവിടെ വന്ന് കുറുപ്പേട്ടനെ കണ്ടേ പറ്റൂ. ഇരിക്കെ, ഞാനിപ്പോ വരാം. ശരി. എങ്ങനുണ്ട്? തരക്കേടില്ലാന്ന് തോന്നണേ. സ്ത്രീധനം എന്ന ഏർപ്പാടിനേ അവരെതിരാണത്രേ. അല്ല, ഇത്ര ഭാവം കിട്ടിയ തീരും നിർബന്ധമുള്ളവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരരുതെന്ന് ഞാൻ പീതാമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. എന്താ കൊടുക്കാൻ? വാങ്ങി വെച്ചാൽ ഈ വീട്ടിൽ ഒരൊറ്റ സാധനം കാണില്ല. ആകെ 4 ലഡുണ്ട്. അത് 4 കൂടി പൊടിച്ചൊരു പ്ലേറ്റിലിട്ട് 2-3 സ്പൂണും വെച്ച് കൊടുക്കാച്ചാ. പിന്നെ ചായയും. അത് മതിയല്ലേ? മതി. ആയിക്കോട്ടെ. ചായപ്പീടിയെന്ന് വല്ല കേക്കോ പഴംപൊരിയോ വല്ലോ വാങ്ങിക്കൊണ്ട് വരണോ? വേണ്ട വേണ്ട, ഇവിടെ ഇത്തിരി ദാരിദ്ര്യം ഉണ്ടെന്ന് അവർ അറിഞ്ഞോട്ടെ. അമ്മണിക്ക് 2 ഏട്ടന്മാരുണ്ടെന്നല്ലാതെ പീതാംബരൻ അവരെ പറ്റി മറ്റൊന്നും പറഞ്ഞില്ല. അതെ, എനിക്ക് 2 ആൺമക്കളാ, സുധാകരനും വിനയനും. പിന്നെ അവരുടെ ഇടയിൽ ഒരു പെൺകുട്ടിയുണ്ട്, സുമതി. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലം ആകുന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. മൂത്തോനുണ്ടല്ലോ സുധാകരൻ, മലയാളമ്മയാ. ഇപ്പൊ തൂത്തുക്കുടിയില് തേക്കിന്റെ ബിസിനസ്സാ. തേക്കിനൊക്കെ ഇപ്പൊ എന്താ വില? തേക്കിനൊക്കെ ഭയങ്കര വിലയാ. പക്ഷെ ഇവന്റെ തേക്ക് മുളച്ചു തുടങ്ങുന്നേ ഉള്ളു. ഈ തേക്ക് നട്ടാല് 20 കൊല്ലം കഴിയുമ്പോ 50,000 അല്ല 50 ലക്ഷം രൂപ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഓർഡറൊക്കെ ആയിട്ട് അങ്ങ് തൂത്തുക്കുടി വരെയൊക്കെ പോയിരിക്കുക. അവിടെ ആവുമ്പോ നല്ല അസല് വെള്ളം കിട്ടും. തേക്കിന് പറ്റിയ കാലാവസ്ഥയും. 2ാമൻ വിനയൻ ബികോം കഴിഞ്ഞു. സർക്കാർ ജോലിയൊന്നും ആയിട്ടില്ല. പ്രൈവറ്റ് ജോലി ആയിരിക്കും. പ്രൈവറ്റും ആയിട്ടില്ല. ഈ പറഞ്ഞ 2 കൊണ്ട് ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് വല്ലതും ചെയ്താലേ തടിച്ചു പിടിക്കൂ. എന്റെ അച്ഛന് കൊടുങ്ങല്ലൂർ എന്നുള്ള വരവാ. ഇവരൊക്കെ ആരാടാ മോനെ? വാ പറയാം. പേര് കേട്ട ഓട്ടം തുള്ളുകാരനായിരുന്നു. ഒരിത്തിരി വകതിരിയോ വയസ്സുകാലത്ത് എന്നോട് കാണിക്കാൻ അച്ഛന് വിഷമമൊന്നുമില്ലല്ലോ. ഈ കോമാളി വേഷം കെട്ടിയ ആൾക്കാരുടെ മുമ്പിൽ എന്തിനാ എന്നെ ഇങ്ങനെ നാറ്റിക്കുന്നേ? കൊടുങ്ങല്ലൂർ നിന്ന് വന്ന ഉടനെ എനിക്കൊരു കുറി തൊട്ട് തരിക, ഞാനിത്തിരി മധുരം കൊടുക്കുക, ഒക്കെ ഒരു പരിവാ. നല്ല തറവാടിത്തത്തിന്റെ ലക്ഷണമാണ് അതൊക്കെ. കേട്ടോ പീതാംബര, ആ അച്ഛന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു അമ്മിണിയെ ഞങ്ങൾക്ക് കിട്ടണമെന്ന്. ആ കുറുപ്പേട്ട, ഇവനാണ് സഹദേവൻ. ജാതകം മാത്രമല്ല, ഇവന്റെ ജീവിതവും സ്വഭാവവും ഒക്കെ ശുദ്ധ. സ്ത്രീധനം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, സ്ത്രീയാണ് ധനം. സഹദേവന്റെ പെങ്ങൾക്ക് സ്ത്രീധനം അവർ കൊടുത്തിട്ടില്ല എന്ന് വെച്ച് വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ?
അതുകൊണ്ട് 40 പവന്റെ ആഭരണം ഇവർ കൊടുത്തു. അതുപോലെ സഹദേവന്റെ ചേട്ടൻ ഒരൊറ്റ കാശും സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എന്താ 42 പവനം കൊണ്ടാ അവന്റെ ഭാര്യ കയറി വന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ ഏതായാലും അതിലും കുറഞ്ഞ ബഹുമതി കൂടെ അങ്ങോട്ട് അയക്കില്ലല്ലോ, ഞങ്ങൾക്കത് മതി. പീതാംബര, ഞാനൊരു സത്യം പറയാം. ഈ കാണുന്ന എന്റെ മുഖത്തിനുള്ളിൽ വേറൊരു മുഖമില്ല. കാര്യങ്ങളെ വളച്ചിരിച്ച് പറയാനും എനിക്കറിയില്ല. സഹദേവൻ നല്ല കുട്ടിയാണ്. ഇവന്റെ പെങ്ങളെക്കാളും ഇവന്റെ ചേട്ടന്റെ ഭാര്യയെക്കാളും കൂടുതൽ സ്വർണം കൊടുത്ത് എന്റെ കുട്ടി അങ്ങോട്ട് അയച്ചാല് അതൊരു കുടുംബകലഹത്തിന് കാരണമാകും. 43 ആയാലും 39 ആയാലും കലഹിക്കും. അതുകൊണ്ട് അമ്മണി ഞാൻ അങ്ങോട്ട് അയക്കുന്നില്ല. കലക്കി അച്ഛൻ ഇത്രയധികം പവൻ ഒറ്റയടിക്ക് അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഒന്ന് സംസാരിച്ച് പദം വരുത്തി വേണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരു ആലോചന എന്നൊക്കെ പറഞ്ഞാല് അത് കൊള്ളാം. ഇത്തരം കാലന്മാരിടയ്ക്ക് പറഞ്ഞയക്കാനേ ഇവളെ എനിക്ക് ദാനം കിട്ടിയൊന്നും അല്ലടി. ഓ, അവന്റെ ഒക്കെ ഒരു കണക്കേ 40, 42. ഏതായാലും അവരൊന്ന് കണ്ടുപോയിക്കോട്ടെ എന്ന് വെക്കായിരുന്നു. കാപ്പിയും പലഹാരവും എടുത്ത് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ചെല്ലുന്നത് സാധാരണയല്ലേ? ഞാൻ തന്നെ എത്ര പേരുടെ മുമ്പിൽ പോയിരിക്കുന്നു. അതിലൊരു തലശ്ശേരിക്കാരന് നിങ്ങളെക്കാളും ഭംഗിയുണ്ടായിരുന്നു. നബിന്നും കേട്ടായിരുന്നില്ലേ? എനിക്കയാളെ പിടിച്ചില്ല. അത് പറ. ദേ, അച്ഛൻ അവിടെ വാളും മടിയിൽ വെച്ച് പിണങ്ങിയിരിക്കുക. ഒന്ന് അങ്ങോട്ട് ചെല്ല. അച്ഛനെ ആദ്യം കാണുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് എനിക്ക് വിവരമില്ലെന്ന് വിചാരിച്ചപ്പോ ശമ്പളം കിട്ടട്ടെ, പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ലെങ്കിൽ മനുഷ്യനായ ഇത്തിരി ഈശ്വര വിശ്വാസം വേണം. ദിവസം 3 നേരം അച്ഛൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ഈ വീടിന് ഇത്രയെങ്കിലും ഐശ്വര്യം. അച്ഛൻ പോയി കുളിച്ചോളൂ, ഞാൻ ചോറ് വിളമ്പി വെക്കാം. എന്താ അച്ഛാ? ഈയിടെയായിട്ട് അവൻ എന്നോട് ഒരു സ്നേഹമില്ല മോളെ. അച്ഛന്റെ വക ഇങ്ങനെ, മക്കളുടെ വക അങ്ങനെ. ചോദിക്കുന്നൊരു ഉത്തരം പറയുമ്പോഴാ നമ്മുടെ മക്കളെ എങ്ങും എത്തിയിട്ടില്ലെന്നുള്ള ബോധം വരുന്നത്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ആവശ്യത്തിന് ഒരുത്തനെ കിട്ടണ്ടേ? ഒരുത്തൻ തേക്ക് കയറാൻ പോയിട്ട് 3 മാസമായി. ഇനിയൊരു കുറങ്ങനുണ്ടല്ലോ, അവനോടെ? ദീപം ദീപം ദീപം. ഏട്ടനീ സന്ധ്യ വരെ എവിടെയായിരുന്നു? വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊരു തൊഴിൽ രഹിതനാണ്, നിങ്ങളെല്ലാം വികാരരഹിതരും. ഒരു തൊഴിൽ രഹിതന്റെ വേദന വികാരരഹിതർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. രാമ 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 ഭാഗ്യമാം രാമ 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 മുത്തച്ഛ, കഞ്ഞി. രാമ രാമ ഭാഗ്യമാം. ഓ കഞ്ഞി മുത്തച്ഛ. കപ്പലകത്തൊരു കള്ളനിരുന്നാൽ എപ്പോഴുമില്ലൊരു സുഖമറിയണം. നീ രാവിലെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി. അത് രാവിലെ തന്നെ ചീറ്റി. കുറെ ഉഷ്ണിച്ച് വേർക്കാന്നല്ലാതെ ഒരു പൈസ കയ്യിൽ വരില്ല അച്ഛാ. ആ പണിക്ക് ഞാൻ ശരിയാവില്ല. ഒരു പണിക്കും നീ ശരിയാവാൻ തോന്നുന്നില്ല. എത്ര മണിക്ക് ഞാൻ തന്നെ നിന്നെ പിടിച്ചിരുത്തിയ? BCom പാസ്സായ ഉടനെ ഇവനൊരു ട്യൂഷൻ ഏൽപ്പിച്ചില്ലേ? ആ ബേക്കറിക്കാരന്റെ മകളെ പ്രീ ഡിഗ്രി പാസ്സാക്കി വിടാൻ. പഠിപ്പിക്കാൻ പോയി. ഇവൻ എന്തിനാ അവളെ പ്രേമിക്കാൻ പോയെ? അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് ഇവനൊരു ജോലിയായനെ. ഇതൊരു 100ാമത്തെ പ്രാവശ്യമാണ് അച്ഛൻ എന്നോട് പറയുന്നത്. 101 പ്രാവശ്യം ഞാനും പറഞ്ഞു ഞാനല്ല, അവളാണ് എന്നെ കയറി പ്രേമിച്ചതെന്ന്. കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയ്ക്കും ഭർത്താവിനും പ്രേമിക്കാമെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്നവർക്ക് കല്യാണത്തിന് മുമ്പും പ്രേമിക്കാം. ഒരു സ്ഥിരം ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്ധ്യ എനിക്ക് കെട്ടിച്ചേരാമെന്ന് ആ ബേക്കറിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ശമ്പളം കിട്ടുമ്പോഴും മുമ്പിൽ കടക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ങാനൊരാളില്ലെങ്കിലേ ഞാൻ തളരും. സർക്കാർ അവശ്യ കലാകാരന്മാർക്ക് കൊടുക്കുന്ന എന്റെ പെൻഷൻ ഉടനെ കിട്ടിയേക്കും. അത് മുഴുവനും മോനെടുത്തോ? അത് കിട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അച്ഛനൊക്കെ അവശനായി കിട്ടും. കുറുപ്പേ, ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന കയ്യിൽ കിട്ടിയ ശമ്പളം പ്രസവിക്കാനൊന്നും പോണില്ല. ശമ്പളം കൂടണമെങ്കിൽ കൊടി പിടിക്കണം. അടുത്ത് എന്നോട് സമരം ഉണ്ടാവുന്നാണ് കള്ളക്കണാര മേസ്ത്രി പറഞ്ഞത്. അതൊന്ന് വേണ്ടി വരുമെന്ന് എനിക്കും തോന്നുന്നത്. ഒരു ബോണസിന്റെ കാര്യം കേൾക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. എന്റെ ഈ ശമ്പളം ആ ഗേറ്റ് കിടക്കുമ്പോ തീരും. അത്രയ്ക്ക് കൊടുത്ത് തീർക്കാനുണ്ട്. തീർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലടോ, മിച്ചം വെക്കാനാ പ്രയാസം.
എന്റെ പൂമരം പൂത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ തലവേദന ഇല്ല. തന്റെ പൂമരം ഇഷ്ടം പോലെ പൂത്തിട്ടില്ലേ, വല്ലതും മിച്ചം വെച്ചേ പറ്റൂ. കുറുപ്പേ, ഒന്ന് തന്നെ ഒരത്യാവശ്യത്തിനാണ്. 1000 രൂപ കടം തരണം. അടുത്ത മാസം ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നോളാം. എന്റെ എവിടുന്ന കാശ്? അതെന്താ അങ്ങനെ പറയണേ? കയ്യിലുണ്ടല്ലോ, കൊടുത്തൂടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ രണ്ടുപേരും കൂടെ 500 വീതം താ. അല്ലെങ്കിൽ മേസ്ത്രി ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ നിൽക്ക്. ശമ്പളം വാങ്ങിച്ച് ബാക്കിയുള്ളവർ ഈ വഴിക്ക് തന്നെയുള്ള വരുന്നത്. ഞാൻ ഈ തുണി മിരിച്ച് മേസ്ത്രിനെ ഇതിൽ കിടത്തി ഒന്ന് ലേലം വിളിക്കാം. എത്ര പേരെ പോകുന്നു നമുക്കൊന്നറിയാലോ. പലചരക്ക്, മീൻകാരി, അത് കൊടുത്തില്ലായിരുന്നേ പൊളിച്ചതെറിയ. പത്രം, ഇലക്ട്രിസിറ്റിയുടെ ഷോക്ക് അടിക്കുന്ന അഡീഷണൽ ബില്ല്, അമ്മണിയുടെ പാവാട ധാവണി, അച്ഛന്റെ കുഴമ്പ്. പാൽക്കാരന്റെ കാശ് കൊടുക്കണ്ടേ? പറഞ്ഞാലും അതുകൊണ്ടല്ലേ. അത് ഞാൻ എഴുതാൻ മറന്നു. കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് ബാക്കിയുള്ള 425 രൂപ മുറുക്കി പിടിച്ചോണ്ടിരിക്കാൻ. ഇനി ഇതുകൊണ്ട് വേണം ബാക്കിയുള്ള ദിവസം നമുക്ക് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ. ഇനി ഇതിന് പാൽക്കാരനും കറക്കണോ? അവൻ അപ്പുറത്ത് കാത്തു നിൽക്കുന്നു. അപ്പുറത്തൊന്ന് നിൽക്ക. ഇനി പോലെ നമുക്ക് ചായയുടെ നിറമൊന്ന് മാറ്റിയാലോടി സരസു. ചായ ആയിട്ടും പാലായിട്ട് കുടിക്കണം. വെറുതെ എന്തിനാ കൂട്ടിക്കലക്ക് രണ്ടും ചീത്തയാക്കുന്നത്? അല്ലേടാ നാരായണ? അത് നേരെ. കട്ടൻ ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. അത് പാലൊഴിച്ചെന്ന് കിട്ടത്തില്ല. അതെ, നമുക്ക് നല്ല ടേസ്റ്റുള്ള ചായ മതി. അതുകൊണ്ട് നാളെ മുതൽ തന്റെ പാലോടെ വേണ്ട. അയ്യോ, പിള്ളേരൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടോ. അത് കഴിഞ്ഞ് മതി പാലും ചായയൊക്കെ. പാലിന്റെ വില കയറുന്നതനുസരിച്ച് ശമ്പളം കൂടുന്നില്ലല്ലോ.